ആശാവർക്കർമാരുടെ സമരം 41ാം ദിവസത്തിലേക്ക്. സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റന്നാൾ എല്ലാ ആശമാരും കൂട്ട ഉപവാസം നടത്തുമെന്ന് ആശാപ്രവർത്തകർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ചന്തു എസ് നായർ ചേരുകയാണ്. ചന്തു, ആശമാരുടെ സമരം ഇന്നും തുടരുകയാണ്. വളരെ വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാൻ തന്നെയാണോ ആശാപ്രവർത്തകരുടെ തീരുമാനം? കേരളത്തിന്റെ ശ്രദ്ധയാകർഷിച്ച ആശാ സമരം 41ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സമരം കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ആശാ പ്രവർത്തകർ. അതോടൊപ്പം തന്നെ തങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്നുള്ള മനോഭാവവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ സർക്കാരും ഇക്കാര്യത്തിൽ കടുംപിടുത്തം തുടരുകയാണ്. ആരോഗ്യമന്ത്രി കേന്ദ്രത്തിലേക്ക് എത്തി കേന്ദ്രമന്ത്രി നദ്ദയെ കാണുവാനുള്ള അനുമതി ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ കഴിയുള്ളൂ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എങ്കിലും കേന്ദ്രമല്ല, അതേസമയം സംസ്ഥാന സർക്കാരാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടുള്ള ഉറച്ച നിലപാടിലാണ് ആശാപ്രവർത്തകർ. ഇതിന്റെ ഭാഗമായി, ഈ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മറ്റന്നാൾ ഒരു കൂട്ട ഉപവാസത്തിനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഈ 3 പേർ ഇപ്പോൾ നിരാഹാര സമരം നടത്തുന്നുണ്ട്. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ ആശമാരും സെക്രട്ടേറിയറ്റ് നടയിൽ മറ്റന്നാൾ കൂട്ട ഉപവാസം ഇരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമ്മോടൊപ്പം ആശാപ്രവർത്തകരുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മിനി ചേരുകയാണ്. മിനിയോട് ചോദിക്കുക, എന്താണ് ഇനി അടുത്ത നടപടി? ഞങ്ങൾ 24ാം തീയതി, അതായത് മറ്റന്നാൾ ഒരു കൂട്ട ഉപവാസത്തിലേക്ക് കടക്കുകയാണ്. ഇന്നിപ്പോൾ അനിശ്ചിതകാല നിരാഹാര സമരം 3ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടി ഉണ്ടാകുന്നില്ല എന്ന് കാണുകയാണ്. ഇവിടേക്ക് കടന്നു വരുന്ന ആശാവർക്കർമാർക്ക് ഈ നിരാഹാരത്തോട് ഐക്യപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അന്നേ ദിവസം 24-ന് ഇവിടേക്ക് കടന്നു വരുന്ന മുഴുവൻ ആശാവർക്കർമാരും അതോടൊപ്പം വന്ന് എത്തിച്ചേരാൻ പറ്റാത്ത ആളുകൾ അവരവരുടെ ജില്ലകളിൽ അതത് PHSകൾക്ക് മുന്നിലും അന്നത്തെ ഉപവാസത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഉപവാസം അനുഷ്ഠിക്കും. ഒപ്പം തന്നെ ഇവിടെ പിന്തുണച്ചു വരുന്ന നിരവധി സംഘടനകൾ അവരും ഇതോടൊപ്പം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. കേന്ദ്രത്തിന്റെ കയ്യിൽ തീരുമാനം, സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ തീരുമാനം? സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കേണ്ടെന്ന കാര്യത്തിൽ യാതൊരു അവ്യക്തതയുമില്ല. ഓണറേറിയം നൽകേണ്ടുന്നതും ആശാവർക്കർമാരുടെ ജോലി നിശ്ചയിച്ചിരിക്കുന്നതും ആശാവർക്കർമാരെ പിരിച്ചുവിടാൻ കേരളത്തിൽ 62 വയസ്സ് തീരുമാനിച്ചിരിക്കുന്നതും സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് ഓണറേറിയം വർദ്ധിപ്പിക്കുകയും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന്റെ പന്ത് സംസ്ഥാന സർക്കാരിന്റെ കോർട്ടിലാണെന്നുള്ള കാര്യമാണ് മിനി നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നത്. സമരം 41ാം ദിവസത്തിലേക്ക് എത്തുന്നു. ആശാപ്രവർത്തകരുടെ സമരം 41ാം ദിവസവും പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാൻ തന്നെയാണ് ആശാപ്രവർത്തകരുടെ തീരുമാനമെന്നാണ് ഇപ്പോൾ ചന്തു എസ് നായർ വിവരങ്ങൾ നൽകിയത്.